ഹുവ, ഹിയ. ഈ രണ്ടാളുകൾ ഖുർആൻ ആയത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തുന്നത് എങ്ങനെ, ചേർത്തോതുന്നത് എങ്ങനെ എന്ന് നോക്കാം. രണ്ടിടത്തും മഫ്തൂഹയാണ്, അതായത് വാക്ക് മുകളിലും യാക്ക് മുകളിലും ഫത്ഹയാണ്. സാധാരണ നമ്മൾ ഒരു ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനിലാണ് നമ്മൾ നിർത്താറുള്ളത്, വഖഫ് ചെയ്യാറുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്തഈനു എന്നുള്ളത് നമ്മൾ നിർത്തിയത് എങ്ങനെയാ? നൂനിന് സുക്കൂൻ കൊടുത്തു. നസ്തഈൻ. അപ്പൊ നമ്മള് ഹുവ എന്നുള്ളിടത്തും ഹിയ എന്നുള്ളിടത്തും നിർത്താൻ, വഖഫ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? വാക്ക് മുകളിലും യാക്ക് മുകളിലും സുക്കൂൻ നമ്മൾ സങ്കല്പിക്കുന്നു. ജസ്റ്റ് നമുക്കതൊന്ന് എഴുതി നോക്കാം. ഹുവ എന്നുള്ളത് ഹു, അതായത് വാക്ക് സുക്കൂൻ. ഹിയ എന്നുള്ളത് യാക്ക് മുകളിൽ സുക്കൂൻ. ഇനി ഒന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ. ഹു എന്നത് ദമ്മയാണ്. ദമ്മക്ക് ശേഷം ആരാ വന്നിരിക്കുന്നത്? വാവിന് മുകളില് സുക്കൂൻ. ദമ്മ പ്ലസ് വാ, ഹൂ. ഇവിടെയോ കെസർ. കെസറിന് ശേഷം ആര് വന്നിട്ടുണ്ട്? യാക്ക് സുക്കൂൻ വന്നിട്ടുണ്ട്. അപ്പോഴവിടെയും മദ്ദായിട്ട് മാറുന്നു, ഹീ. ഫത്ഹ പ്ലസ് അലിഫ്, ആ. ദമ്മ പ്ലസ് വാ, ഊ. കെസ്ര പ്ലസ് യാ, ഈ. അപ്പൊ നമ്മളിവിടെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഹൂ, ഹീ, അതായത് സാധാരണ മദ്. രണ്ട് ഹറക്കാത്തുകൾ ഉച്ചരിക്കാനുള്ള സമയം, ദൈർഘ്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ അവിടെ നിർത്താൻ, വഖഫ് ചെയ്യാൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. രണ്ട് ഹറക്കാത്ത്. ചേർത്ത് വന്നുമ്പോഴോ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യ്. ഹിയ സലാമുൻ ഹി. രണ്ട് ഹറക്കാത്ത്. ചേർത്തോതുമ്പോ സലാമുൻ ഹിയ ഹത്താ.